2 മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരെ പൊക്കിട്ടോ. ഇന്നലെയാണ് പൊക്കിയത്. ഒരു അനീഷ് പിന്നെ ഒരു കൃഷ്ണകുമാർ, തൃശ്ശൂരിലാണ്. ഇവരെ പൊക്കിയെന്തിനാണ്? 75,000 റുപ്യ കൈക്കൂലി വാങ്ങിയിട്ടാണ്. ആ കൈക്കൂലി വാങ്ങുന്ന സമയത്ത് 86,500 രൂപ വേറെയും കൈക്കൂലി വാങ്ങിയത് കയ്യിലുണ്ട്. ഒരു ദിവസം 1,61,500 രൂപ വരുമാനം, 1.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം. വല്ലാത്തൊരു വരുമാനമാണല്ലോ ഇത്, അല്ലേ? ഒരു ദിവസത്തെ വരുമാനം ഞാൻ പറയുന്നത്. 10-20 ദിവസം ജോലി ചെയ്താൽ പോരെ, എത്ര രൂപ ഉണ്ടാക്കണത്? ഈ പൈസ എങ്ങനെ വരണത്? എന്തിനാ ഇവർക്കൊക്കെ സർക്കാർ ജോലി കൈക്കൂലി വാങ്ങാനാ? എന്നിട്ടാണ് ബാക്കിയുള്ളവരെ മുഴുവൻ ഷറണ്ണ വർപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണക്കാരായി എന്റെ നിങ്ങളെ പണമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ്, നമ്മുടെയൊക്കെ വിയർപ്പിന്റെ പണമാണല്ലോ ഇവനൊക്കെ ഇങ്ങനെ തിന്നുന്നത് എന്ന് അവന്റെ മക്കൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്നത് ചിന്തിക്കുമ്പോഴാണ് വല്ലാത്തൊരിത് വരുന്നത്. പോട്ടെ, ഇനി അകത്ത് കിടക്കട്ടെ ഇനിയുള്ള കാലം. നന്നാവൂല ഓമാർ, ഒറ്റണ നന്നാവൂല. നമ്മുടെ സർക്കാരാകട്ടെ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കൂലേ. സർക്കാരിന് കള്ള് വിറ്റും കഞ്ചാവ് വിറ്റും, അല്ലല്ലോ, കഞ്ചാവ് വിൽക്കണില്ലല്ലേ. സർക്കാരിന് കള്ള് വിറ്റിട്ടും ചൂത് കളിപ്പിച്ചും ഒക്കെ കായ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഒരു വ്യവസായം ഇവിടെ വളരണ്ട, ഒന്നും ചെയ്യണ്ട. കൈക്കൂലിക്കാർ നീനാൾ വാഴട്ടെ, നടക്കട്ടെ.